വയലൻസ് കൂടുതലാ. കൊള്ളാം കേട്ടോ. പടം കൊള്ളാം കേട്ടോ. സ്പീച്ച് ഒന്നും ടെൻഷൻ സൈലന്റ് ആണ്. അല്ല കുഴപ്പമില്ല, ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഫിലിം തന്നെ. അത്രയ്ക്ക് തോന്നില്ല, അത് വൺ ടൈം വാച്ച് അത്ര തന്നെയാണ് ഉള്ളത്. യൂഷ്വലി ഉള്ള ഒരു ഫൈറ്റ് സീനും അതൊക്കെ തന്നെയാണ് ഉള്ളത്. ഫുൾ വയലൻസ് അത് തന്നെയാണ് മെയിനായിട്ട് അവർ നോക്കുന്നത്. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു 50 ഇതാകുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ അവര് തന്നില്ല. ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ. റോളൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, അത് കൊടുത്ത ഇതൊക്കെ നല്ലത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ലൊരു സ്റ്റോറി ലൈനൊക്കെ ഉള്ള നല്ല മികച്ച മൂവിയാണ്. ഡയറക്ഷനും ഡയറക്ഷൻ ഇപ്പം യങ്സ്റ്റേഴ്സിനൊക്കെ വയലൻസ് ആണല്ലോ ഇഷ്ടം, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റും തോന്നുന്നില്ലെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് കാണാൻ പറ്റിയ നല്ല மூவி தന്നെയാണ്. കാണാം മാത്രമേ ഒന്ന് கொஞ்சம் நல்லாயிருக்கும். நடிகை இல்லாத கொண்டு கொஞ்சம் ஒரு மாதிரி தான் இருக்குது. பரவாயில்லண்ணா, ஸ்டோரி கொள்ளலாம், நல்லா தான் இருக்குது, பரவாயில்ல. ஒன்லி ஃபைட்டிங் மட்டும் தான் இருக்குது, வேறு ஒன்றும் இல்லை. சரிட்டு பார்ப்போம், லேட்டாக தானே வீட்டுக்கு. ആവറേജ് വയലൻസ് ആണ്. അതിന്റെ ഫസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കുഴപ്പമില്ല, അതിന്റെ കാര്യങ്ങളെല്ലാം കൊള്ളാം. പക്ഷെ എന്ത് പറഞ്ഞാലും ഭയങ്കര വയലൻസ് ആ മൂവി അങ്ങനെ കാണാം. സർട്ടിഫിക്കറ്റ് കൊടുത്ത പടമല്ലേ, അപ്പം അങ്ങനെ ആയിരിക്കും. നല്ല പടം കണ്ടിരിക്കുക, ഒരു മാസ് എന്റർടൈനർ കണ്ടിരിക്കുക. ധനുഷ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു വ്യത്യസ്ത ക്യാരക്ടർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. താങ്ക് യു. എത്ര പ്രാവശ്യം കാണാം സിനിമ, അത്രയും നല്ല ലുക്കുണ്ട്. സാങ് അടിപൊളിയാ, ഏറമാൻ സാങ് അടിപൊളി സാങ്ങാണ്. சூப்பர், அது நல்லா நைஸ்ண்ணே. சூப்பர் காமெடி இருக்குது, நல்லா ஃபைட் இருக்குது, அதே போல் ஈக்குவலாக நல்லா கூடுதல் வயலன்ஸான கூடுதல் த்ரில்லர் மூவி போல் அவ்வளோ அடிப்பொலி சினிமா. நல்லா இருக்கு சூப்பராக, குழப்பம் இல்லை, நல்லா ஆக்ஷனாக இருக்கு. படம் நல்லா இருந்துச்சு. எஸ்ஜே சூர்யாவோட ஆக்டிங் நல்லா இருந்துச்சு. தனுஷ் சார் படம் முன்னாடி என்ன ஃபைட் சீன் அதிகமாக இருந்துச்சு, அப்புறம் தங்கச்சியோட சென்டிமெண்டல், மற்றபடி ஃபுல்லாக நல்லா இருந்துச்சு. போர்லாம் அடிக்காது, படம் பார்க்கலாம், நல்லாயிருக்கும். எஸ்ஜே சூர்யா ஆக்டிங் சூப்பராக இருந்துச்சு. அப்புறம் ஏஆர் ரஹ்மான் மியூசிக் நல்லா இருந்துச்சு. ரொம்ப வயலன்ஸ்லாம் சொல்ல முடியாது, ஃபைட் இது இருந்துச்சு. சென்டிமெண்ட், தங்கச்சி சென்டிமெண்ட்டுக்காண்டி ஃபைட்டிங் வரும். படம் நல்லா இருக்குங்க, அடிப்படையாக நல்லா இருக்குது, சூப்பராக இருக்குது. ஒரு டைம் பார்க்கலாம், ஒரு டைம் பார்க்கலாம். அது ஆல்ரெடி ஒரு படம் பண்ணியிருந்தாரு, இது ரொம்ப வைலன்ஸாக இருக்குது. பட் பார்க்க ஓகே, நல்லா இருக்குது, பண்ணியிருக்கலாம். இன்னும் கொஞ்சம் கதை நல்லா கொஞ்சம் பண்ணியிருக்கலாம். ஒரு சென்டிமெண்ட்டாக நல்லா இருந்துச்சு, கிளைமேக்ஸ் வரை நல்லா இருந்துச்சு. எஸ்ஏ சூர்யா சொல்லவே சூப்பராக இருக்குது. அவர் ஆக்ஷனில் அவர் பேசுகிறது ഫുള്ളാവേ തിയേറ്ററിൽ ഫുള്ളാக കാമഡിயாக நல்லா இருந்து, സൂപ്പറാக ഇருந்து പടം பார்க்கலாம், അഴകാக ഇருந்து. ബ്രോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം മൂവി, ഒരു ഫൈൻ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതൊരു എന്താ പറയുക, ഒരു പവർ പാക്ഡ് സാധനം എന്നൊന്നും പറയാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്താൽ പോയത്, ട്രെയിലർ കണ്ട് ലേശം ഒന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസിക് സാധനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ ഡയറക്ഷനും പുള്ളിക്കാരൻ്റെ റൈറ്റിംഗ് സ്കെയിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം റൈറ്റിംഗ് സെക്കൻഡ് ഹാഫ് ഒക്കെ ഓക്കെ, ജസ്റ്റ് ഒരു ഓക്കെ, ഒരു ബ്രദർ സിസ്റ്ററിൻ്റെ ആ ഒരു ഫ്രണ്ട്ലി കോംബോ കാണിക്കുന്നുണ്ട്. അത് സെക്കൻഡ് ഹാഫ് ഇനിയിപ്പോൾ സെക്കൻഡ് വരുമെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് വരാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ, കാരണം നമുക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റും. എന്തൊക്കെ പ്രഡിക്റ്റബിളാണ്, സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര പ്രഡിക്റ്റബിളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ധനുഷിൻ്റെ ഓരോരോ ക്യാരക്ടർ, അതായത് നമ്മുടെ ബിഗ് ബിയിൽ മമ്മൂക്ക എങ്ങനെയാണ് ക്യാരക്ടർ ബോൾഡ് ചെയ്ത ചെറിയ സീക്വൻസിൽ ചിരിയൊക്കെ ഉണ്ട്. സിസ്റ്ററിനോട് മാത്രം ചിരിക്കുന്നു, ബ്രദേഴ്സിന് 2 ബ്രദേഴ്സ് ഉണ്ട്, ഇപ്പോൾ കാളിദാസ് ജയറാമും അതുപോലെ തന്നെ മറ്റേ ക്യാരക്ടർ ആര് ചെയ്തെന്ന് എനിക്ക് ആ പേരറിയില്ല. അപ്പോൾ ആ ഒരു അവരുടേതായിട്ടുള്ള ഫാമിലി സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരു എന്തു പറയണം, ഒരു ധനുഷിൻ്റെ ഡയറക്ഷനൊക്കെ ഓക്കെയാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ ഡാൻസും അതുപോലെ തന്നെ ഫൈറ്റിംഗ് സ്കെയിലൊക്കെ നല്ല രീതിയിലൊക്കെ പോയിട്ടുണ്ട്. സ്റ്റോറി എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ വീക്കായിട്ട് തോന്നുന്നുണ്ട്. കാരണം പ്രഡിക്റ്റബിളാണ് പുള്ളി. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് മൊത്തം പ്രഡിക്റ്റബിളാണ്. നമ്മൾ സെക്കൻഡ് ഹാഫ് വിചാരിച്ച അത്രത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, നമുക്കറിയാം വയലൻസ് ആണ്. പക്ഷെ നമ്മളെ രീതിയിൽ ഇപ്പം ഇതുപോലത്തെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം നമുക്കറിയാൻ പറ്റും. കാരണം അത് വർക്കൗട്ടായിട്ടില്ല. പിന്നെ ഒരു പുള്ളിക്കാരൻ്റെ നമ്മുടെ ആ വൂൾവറിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു സിംഗിൾ ടൂൾ വെച്ചിട്ടാണ് ഇതെല്ലാം കൺവേ ചെയ്ത് പോകുന്നത്. ഒരു ഓക്കെ ഫിലിം. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള പവർ പാക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. വൺ ടൈം വാച്ചുള്ളതാണ്. ഇല്ല, ഡയറക്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഒരു റൈറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റോറി സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ വീക്ക് ബോർഡായിട്ട് തോന്നിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, നറേറ്റർ